പക്ഷെ നമ്മള് മേലോട്ട് കയറുന്നത് നല്ല തണുപ്പുണ്ട്. എത്ര മിനിറ്റ് ഉണ്ടോ? 17 മിനിറ്റ്സ് 6 കിലോമീറ്റർ ആണ് ഈ ഒരു കേബിൾ കാർ യാത്ര. ആണോ? ഈ ട്രെയിനിൽ നമ്മൾ കയറി മേലോട്ട് പോകും. അവിടെ നിന്നാണ് ഗോൾഡൻ ബ്രിഡ്ജ് ഒക്കെ കാണാനായിട്ട് പോകുന്നത്. ഇതാണ് ഫേമസ് ഗോൾഡൻ ബ്രിഡ്ജ് കേട്ടോ, നമ്മുടെ ദനാങ്. അപ്പൊ നമ്മൾ അടുത്ത പോകുന്നൊരു കാസിലാണ്. വണക്കം, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന ദനാങ്ങിലാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദനാങ്ങിലെ ടൂർ എന്ന് പറയുന്നത് ബാണ ഹിൽസ് ആണ്. നമ്മുടെ വിയറ്റ്നാമിൽ നിന്ന് തന്നെ എടുത്താൽ നമ്മൾ കാണുന്ന ഒരു ഗോൾഡൻ ഹാൻഡ് ബ്രിഡ്ജ് ഒക്കെ ഇല്ലേ, ഒരു ഹിൽ ടോപ്പിലുള്ള ആ ഒരു സ്ഥലമാണ് നമ്മുടെ ബാണ ഹിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാണ ഹിൽസിലേക്ക് പോകാനായിട്ട് രാവിലെ നമ്മൾ ക്യാബിൽ കയറി പുറപ്പെട്ടു. ഇവിടെ ഒരു 45 മിനിറ്റ്സ് ഉണ്ട് നമ്മൾ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ദനാങ് ബീച്ച് ഏരിയയിൽ നിന്ന് 45 മിനിറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ബാണ ഹിൽസിൽ പോയിട്ട് ബാണ ഹിൽസിന്റെ വിശേഷങ്ങളാണ് നിങ്ങളിതിനെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ സ്റ്റേറ്റ്യൂൺ. ബാണ ഹിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ബാണ ഹിൽസ് ഒരു ലാർജ് ഏരിയയിലുള്ള ഒരു കേബിൾ കാർ ഉണ്ട്, കുറച്ച് പഗോഡാസ് ഉണ്ട്, കുറെ അമ്യൂസ്മെന്റ് പാർക്സ് ഉണ്ട്, ഫ്രഞ്ച് വില്ലേജ് ഉണ്ട്, പിന്നെ വൈൻ സെല്ലാസ് ഉണ്ട്, പിന്നെ കുറെ റൈഡുകളുണ്ട്. അങ്ങനെ എല്ലാം വരുന്ന ഒരു അടിപൊളി ഒരു സ്ഥലമാണ് ഈ ബാണ ഹിൽസ്. അതോടൊപ്പം ഗോൾഡൻ ബ്രിഡ്ജ്, അവിടുത്തെ ഐക്കോണിക് സംഭവമായ ഗോൾഡൻ ബ്രിഡ്ജ്, ഒരു ഹാൻഡിൽ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ പോകുന്നുണ്ട്. അതെല്ലാം ബാണ ഹിൽസിലാണ്. അപ്പം ബാണ ഹിൽസിന്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ. But I see if it's stroller like this, now you will be good. One people, another option for you, if you want to go faster, you can buy VIP, like one pass ticket. You don't need to stand in line. You go straight ahead and go down straight like that. Don't need to stand in line. Do you have that ticket? We're not included, okay. But if you want, you can buy it. Fine. So, അപ്പോൾ നമ്മൾ ബാണ ഹിൽസിന്റെ ഒരു ബേസിന്റെ അവിടെ എത്തി. ഇവിടെ നിന്ന് നമ്മൾ ഒരു കേബിൾ കാറിലാണ് മേലോട്ട് പോകുന്നത്. അപ്പൊ നമ്മളങ്ങനെ ബാണ ഹിൽസിന്റെ ഒരു ബേസ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കേബിൾ കാറിലാണ് മേലോട്ട് പോകുന്നത്. ഈ ബാണ ഹിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ മലേഷ്യയിലുള്ള പോലത്തെ ജെൻറ്റിങ് ഹൈലാൻഡ് ഒക്കെ പോലത്തെ വലിയൊരു സ്ഥലമാണ്. ഒരുപാട് അമ്യൂസ്മെന്റ് പാർക്കും ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഈ ഒരു ബാണ ഹിൽസ്. പിന്നെ കുറെ പഗോഡാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ബേസ് സ്റ്റേഷൻ കേട്ടോ. നമ്മൾ ഓൾറെഡി കേബിൾ കാർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമൽ ടിക്കറ്റ് ആണെങ്കിൽ ഒരു വലിയ ക്യൂ കാണും കേബിൾ കാറിൽ പോകാൻ. അല്ലാതെ VIP എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ടിക്കറ്റ് ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോകാമെന്ന് പറഞ്ഞത്. നമ്മുടെ ഗൈഡ് ഇതാണ് നമ്മുടെ ഗൈഡ് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ നമ്മളങ്ങനെ VIP ഒന്നും എടുത്തിട്ടില്ല, നോർമൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കേബിൾ കാറിൽ കയറി നമ്മുടെ ബാണ ഹിൽസിലേക്ക് പോകട്ടെ. How much for that? You can buy here 300,000 Vietnam per person. Per person? Well, no. Not for kids. Not for kids. ഇവിടെ കുട്ടികൾക്ക് ഹൈറ്റ് അളക്കുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതായത് ഒരു 100 സെന്റിമീറ്ററിന് താഴെയാണ് ടിക്കറ്റ് വേണ്ട, 100 സെന്റിമീറ്ററിന് മുകളിലാണെങ്കിലാണ് ടിക്കറ്റ് വേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 100 സെന്റിമീറ്റർ താഴെയാണ്. ഷൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു 1.5 ഒക്കെ കാണിക്കുന്നത്. പക്ഷെ നോർമലി ടിക്കറ്റ് വേണ്ടി വരില്ല. അപ്പോൾ ഇതവരുടെ ഒരു ബേസ് ഏരിയ ആണ്. ഇവിടെ വേണമെങ്കിൽ വാഷ്റൂം ഒക്കെ പോകും. ഇവിടെ നിന്നാണ് കേബിൾ കാർ ടിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത്. മറ്റേ VIP എന്ന് പറഞ്ഞ സ്പെഷ്യൽ ടിക്കറ്റ് ഞാൻ ചോദിച്ചു. സ്പെഷ്യൽ ടിക്കറ്റിന് VIP എന്ന് പറഞ്ഞ സ്പെഷ്യൽ ടിക്കറ്റിന് 300 VND ആണ് കേട്ടോ. 300 VND ഭയങ്കര പൈസയാണ്. പക്ഷെ നമുക്ക് നോക്കാം, കുറച്ച് ക്യൂ നിന്നൊക്കെ കയറി നോക്കാം. ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മുടെ ഈ ബാണ ഹിൽസ്. നമ്മുടെ എന്താ പറയുക, ലങ്കാവി അല്ലെങ്കിൽ ജെൻറ്റിങ്ങിലൊക്കെ പോകുന്ന പോലത്തെ ഒരു കേബിൾ കാർ റൈഡാണ് ഈ ഒരു ബാണ ഹിൽസിലുള്ളത്. സോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എല്ലാം മേടിച്ചിട്ട് നമ്മുടെ ബാണ ഹിൽസിൻ്റെ അവിടുത്തെ കേബിൾ കാറിന് അങ്ങോട്ട് പോകാൻ കേട്ടോ. ഇവിടെയാണ് എൻട്രൻസ്. കുട്ടികൾക്ക് 100 സെന്റിമീറ്ററിന് താഴെയാണെങ്കിൽ വേണ്ട, 100 സെന്റിമീറ്റർ മുകളിലാണെങ്കിൽ ചൈൽഡിന് ടിക്കറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഗൈഡ്, പുള്ളി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഫ്രീ ബിയറിന്റെ ഒരു കൂപ്പണാണ് കേട്ടോ ഇത്. മേളിലൊരു വൈൻ സെല്ലറുണ്ട്, അവിടെ നമുക്ക് ഫ്രീ ബിയർ കിട്ടും. അതിന്റെ കൂപ്പണാണ്. അടിപൊളി സ്ഥലം കേട്ടോ, ഭയങ്കര ലക്ഷറി ലുക്കാണ്. ഇതാണ് കംപ്ലീറ്റ് ബാണ ഹിൽസിന്റെ ഒരു മിനിയേച്ചർ ചെയ്ത് കിട്ടിയേക്കാണ് കേട്ടോ. ഇത്രയും വാസ്റ്റ് ഏരിയയിലാണ് ബാണ ഹിൽസ് കിടക്കുന്നത്. ആ
അപ്പോൾ നമ്മളങ്ങനെ കേബിൾ കാർ സ്റ്റേഷനിലോട്ട് പോവാണ്. ക്യാപ്ട്രിയോ, ഇതാണ് ആ കേബിൾ കാർ സ്റ്റേഷൻ. ക്യാപ്ട്രിയോ നല്ല നീറ്റും ക്ലീനും ഒരുപാട് കടകളും ഒക്കെ ഉണ്ട് ഇവിടെ രണ്ട് സൈഡിലും. ഇവിടെ നിന്ന് സാധനം ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും കേട്ടോ. മീന് എന്തോ പീനട്ട് ട്രൈ ചെയ്യാനായിട്ട് രണ്ട് ചേച്ചിമാരവിടെ തരും. ഒരുപാട് ഷോപ്സ് ഉണ്ട്, സോവനീഴ്സ് കിട്ടുന്നതും സ്വീറ്റ്സ് കിട്ടുന്നതും പീനട്ട് കിട്ടുന്നതും അതുപോലെ ഷേക്സ് കിട്ടുന്നതും പിന്നെ ഇവിടെ ചേ പോയിട്ട് ഡെസേർട്ട് കിട്ടുന്നത്, അങ്ങനത്തെ ഒരുപാട് കടകൾ ഇവിടെ രണ്ട് സൈഡിലുണ്ട്. നമ്മളിവിടെ ബേസ് ഏരിയയിൽ രണ്ട് സ്റ്റേഷനുണ്ട്. ഫസ്റ്റ് സ്റ്റേഷൻ കുറച്ച് തിരക്കാണ്. നമ്മുടെ ഗൈഡ് വേറൊരു സ്റ്റേഷനിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് കേബിൾ കാർ കയറി മേളിൽ പോകാന്ന് പറയുമ്പോൾ ആ സ്റ്റേഷനിലോട്ട് നമ്മളിങ്ങനെ നടന്നു പോകണം കേട്ടോ. പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമാണ്. ഒന്നും വെയിൽ കൊള്ളില്ല. പിന്നെ സ്ട്രോളർ ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചാൽ സ്ട്രോളർ ഫ്രണ്ട്ലി ഒക്കെ ആണ്, വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്. ചില സ്ഥലങ്ങളിൽ സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങേണ്ടി വരും. ഇവിടെ വിൽക്കുന്നത് ലിഫ്റ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേഷനിലേക്ക് പോകണം. ഇവിടെ വലിയ തിരക്കില്ലെന്നാണ് നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ കേബിൾ കാർ സ്റ്റേഷൻ നോക്കി നടക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴേ അതിൻ്റെ ഹൈറ്റ് 100 ഫീറ്റിന് മേളിലായതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുത്തു. കിഡ്സിൻ്റെ ടിക്കറ്റ് 1000 VND ആണ്. 1000 മില്യൺ 1 മില്യൺ ആണ്. 1000 മില്യൺ ആണ് 1 മില്യൺ ആണ്. അതായത് ഇന്ത്യൻ മണി അറൗണ്ട് 4000 രൂപ വരും. ഇതിൻ്റെ ആക്ടിവിറ്റി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അവിടെ ഹൈറ്റ് മെഷീൻ ഉണ്ട്. ഹൈറ്റിലെ മെഷീൻ നോക്കുമ്പോൾ 100 ഫീറ്റിന് മേളിലുണ്ട്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുത്തു. അപ്പോൾ ടിക്കറ്റ് എടുത്ത് പിന്നെ കേബിൾ കാറിൽ സ്കോളർ നമ്മളങ്ങനെ കേബിൾ കാറിലോട്ട് പോവാണ്. യെസ് അമ്മേ. പക്ഷെ നമ്മള് മേലോട്ട് കയറുന്ന നല്ല തണുപ്പുണ്ട്. എത്ര മിനിറ്റ് ഉണ്ടോ? 15 മിനിറ്റ്സ് 6 കിലോമീറ്റർ ആണ് ഈ ഒരു കേബിൾ കാർ യാത്ര. അവിടെയൊക്കെ നല്ല മഞ്ഞുണ്ടോ മേളിലൊക്കെ? നമുക്ക് നമ്മൾ അങ്ങോട്ടാ പോണല്ലോ, നല്ല മഞ്ഞ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ തിരിച്ചാണ് പോകുന്നത്. മേളിലോട്ട് കയറുന്നവർ നല്ല മഞ്ഞ് വന്നോണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആട്ടോ. 3 സെറ്റ് കേബിൾ കാർ എന്ന് തോന്നുന്നു. പല പല സൈഡിൽ നിന്നാണ് കേബിൾ കാർ പോകുന്നത്. 3 സെറ്റാണ് താഴോട്ട് പോകുന്നത്. അവിടെ ഒരു സെറ്റ് പോകുന്നുണ്ട്, ഇതൊരെണ്ണമുണ്ട്, അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ മഞ്ഞപ്പുറത്ത് കയറി പോവാണ്. നമ്മളിവിടെ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കാനുണ്ടോ. ഇവിടെ ഒരു ട്രെയിൻ വരും. ട്രെയിൻ വന്നിട്ട് രാവിലെ ഒരു ട്രെയിൻ വരുന്നുണ്ടോ. ഇവിടെ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഈ ട്രെയിനിൽ നമ്മൾ കയറി നമ്മളൊരു ഫ്ലവർ ഗാർഡനിൽ പോയിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജിലോട്ട് പോകുന്നത്.
ട്രെയിൻ സ്റ്റേഷനിൽ ട്രെയിൻ വരുന്നതാണ്. ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. കൊച്ചു ട്രെയിനാട്ടോ, നല്ല രസമുള്ള ആക്ടിവിറ്റിയുള്ള ട്രെയിനാണ്. നമുക്ക് അടിപൊളിയല്ലേ, ഹില്ലിലോട്ട് കയറുന്ന ഒരു ട്രെയിൻ ആണോ. ഈ ട്രെയിനിൽ നമ്മൾ കയറി മേലോട്ട് പോകും. അവിടെ നിന്നാണ് ഗോൾഡൻ ബ്രിഡ്ജൊക്കെ കാണാനായിട്ട് പോകുന്നത്. സോ നമ്മളൊരു ഹിൽ ടോപ്പിൽ ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. ആ ഒരു ഹിൽ ടോപ്പിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ആ ഒരു കാഴ്ച അടിപൊളിയാണ്. അടിപൊളി ഒരു ട്രെയിൻ യാത്ര ഉണ്ടാവും. ആ ഒരു ട്രെയിൻ വരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ട്രെയിൻ വരുന്നുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ട്രെയിൻ പോകുന്നുണ്ട്. അതനുസരിച്ച് വിടൂ, അതനുസരിച്ച് വിടുള്ളൂ എന്ന് തോന്നുന്നു. അടിപൊളിയല്ലേ. നമ്മുടെ സ്റ്റേഷൻ എത്താറായി. യാത്രിയൊക്കെ കൃപയ ധ്യാൻ ജീജിയെ സ്ഥലം എത്തി. Flower garden. Garden of Love, Pagoda, and then we return here and we go to Golden Bridge. Get on that cable car to go to second here. Okay. Village. Okay, now we go this way. Because if we go to that part, we have to return here again. It's further. Okay. Right? So we go down this way. Huh? Just go. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ ഫ്ലവർ ഗാർഡനിലാണ്. ഫ്ലവർ ഗാർഡൻ എല്ലാം കണ്ടിട്ട്, ഫ്ലവർ ഗാർഡനും പഗോഡയും കണ്ടിട്ട് വിൽ ഗോ ടു Garden of Love. ഓക്കെ. നമ്മൾ ആദ്യം പോകുന്നത് ഫ്ലവർ ഗാർഡനിലാണ്. ഫ്ലവർ ഗാർഡനെല്ലാം കണ്ടിട്ട് നമ്മൾ അടുത്ത് പോകുന്നത് നമ്മുടെ ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് പോകും. Now we are into our friend garden. നമ്മൾ ആദ്യം എത്തിയത് ബാണായിൽസ് ഒരു ഫ്ലവർ ഗാർഡനാണ്. ഇവിടെ എല്ലാം നോക്ക്, ഫ്ലോറിൽ വെച്ചുള്ളൊരു അലങ്കരിച്ചേക്കാണ് മങ്കി, അത് ഇത് സൺബേൺ, ബാണായിൽസ് എന്നൊക്കെ പറഞ്ഞ് ഫ്ലോറിൽ കംപ്ലീറ്റ് ഫ്ലവേഴ്സിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബാണായിൽസിൽ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കണ്ടത് ഒരു ഫ്ലവർ ഗാർഡൻ ഉണ്ട്, പിന്നെ ഒരു വൈൻ സെല്ലാർ ഉണ്ട്. ഈ കാണുന്നത് ഡിബൈ വൈൻ സെല്ലാർ എന്നൊരു വൈൻ സെല്ലാറാണ് ഇതിനകത്തുള്ളത്. ഇത് കണ്ടിട്ട് ഇനി മേളിലോട്ട് പോകുന്നത് വേണം, പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകണം. ഒരു വലിയ മാപ്പ് അവൈലബിൾ ആണ് കേട്ടോ. ആ മാപ്പ് നോക്കിയാൽ നമുക്ക് എവിടെയൊക്കെ പോകണം എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിനി മെയിൻ ഏരിയ ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ പോകാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്ലവർ ഗാർഡനിലൊക്കെ ഇതാ മിസ്റ്റ് വന്ന് കയറിയിട്ടുണ്ട്. നമുക്ക് നല്ല തിരക്കുള്ള സ്ഥലമാണ്, കാര്യം മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് ദനാങ്ങിലെ. എന്താ ഫുൾ മഞ്ഞ് വന്ന് കോട വന്നങ്ങ് മൂടിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട ആ ഒരു ഫ്ലവർ ഗാർഡൻ. ഇവിടെ ഒരു ബുദ്ധ ഉണ്ട്, പഗോഡ ഉണ്ട്. അപ്പം മാർബിൾ മൗണ്ടനിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇത് അടുത്ത് ഇവിടെയാണുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ പോകാം. സോ ഞങ്ങൾ അങ്ങനെ ഗോൾഡൻ ബ്രിഡ്ജ് കാണാനെത്തി. ഇതാണ് ഗോൾഡൻ ബ്രിഡ്ജ്. നോക്കിയേ, ഇതാണ് ഫേമസ് ഗോൾഡൻ ബ്രിഡ്ജ് കേട്ടോ. നമ്മുടെ ദനാങ്ങിലെ ബാണായിൽസിലുള്ള ഫേമസ് ഗോൾഡൻ ബ്രിഡ്ജ് ഇതാണ്. ഇതിനകത്ത് നിൽക്കുന്ന ആളൊക്കെ ഉണ്ടോ, ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ആയിരിക്കും, അത്രയും തിരക്ക് എപ്പോഴും ഉണ്ടാവും. ഇതാണ് നമ്മുടെ ആ ഒരു ഫേമസ് ഗോൾഡൻ ബ്രിഡ്ജ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫേമസ് ഗോൾഡൻ ബ്രിഡ്ജ്. ഇവിടുത്തെ തിരക്ക് നോക്കൂ സുഹൃത്തുക്കളെ, അടിപൊളി തിരക്കാണ്. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. നമ്മള് ഇവിടെ വന്ന് താമസിക്കുവാണെങ്കിലാണ് അധികം ആളില്ലാതെ കിട്ടും. ഇല്ലെങ്കിൽ അടിപൊളി ഷോട്ട് വേണമെങ്കിൽ ഡ്രോൺ ഷോട്ട് എടുക്കണം, അല്ലാതെ ഈ തിരക്കൊഴിഞ്ഞ് ഇവിടെ കിട്ടില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ ആൾക്കാർ തിരക്കൊഴിഞ്ഞുള്ള ഫോട്ടോ എടുക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഇവിടെ സ്റ്റേ ഉണ്ട്. ഈ ഒരു ബാണ ഹിൽസിലെ ഒരുപാട് രണ്ട് റിസോർട്ട്സ് ഉണ്ട്. അപ്പൊ അവിടെ സ്റ്റേ ആണെങ്കിൽ രാവിലെ വന്നാൽ ഇവിടെ ആൾക്കൂട്ടം കുറവായിരിക്കും. ഇതിപ്പോ നോർമൽ ടൂറിസ്റ്റ് ടൈമാണ്, ടൂറിസ്റ്റ് ആൾക്കാർ വരുന്നൊരു ടൈം ആയതുകൊണ്ടാണ് നമുക്ക് ഫുൾ തിരക്ക്. അപ്പൊ ഇതാണ് ബാണായിൽസിലെ ഫേമസ് ഗോൾഡൻ ബ്രിഡ്ജ്. ഗോൾഡൻ ബ്രിഡ്ജിലൂടെ നടന്നു പോകുന്നൊരു കാഴ്ചയാണ്. ആൾക്കാരെ കണ്ടാൽ വിചാരിക്കും പുത്തരക്കണ്ട മൈതാനത്തൂടെ നടക്കുകയാണത്. പക്ഷെ ഇത് നമ്മള് ഒരുപാട് പൊക്കത്തുള്ള നമ്മുടെ ബാണായിൽസിലെ ഗോൾഡൻ ബ്രിഡ്ജിലൂടെ നടക്കുന്ന ഒരു കാഴ്ചയാണ്. അൺഫോർച്ചുനേറ്റ്ലി അത്രയും ആൾക്കാർ ഇവിടെ വരുന്നൊരു സ്ഥലമാണ്, ടൂറിസ്റ്റ്. അത്ര ഒരു ടൂറിസ്റ്റ് സെന്റർ ആണ്. പിടിച്ചോളൂ.
അപ്പോൾ ഇതാണ് ഗോൾഡൻ ബ്രിഡ്ജിന്റെ മേളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ കേട്ടോ. നമ്മളതിന്റെ അടുത്ത കേബിൾ കാർ കയറിയിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇനി അടുത്ത് പോകുന്ന ലൂണാർ കാസിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് വന്ന് കേബിൾ കാർ കയറി അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു. സ്ട്രോളർ ഉള്ളതുകൊണ്ട് മിക്ക സ്ഥലത്തും സെപ്പറേറ്റ് നമുക്ക് കയറി പോവാം. അപ്പോൾ അതാ ഈ കേബിൾ കാർ കയറി നമ്മൾ അടുത്ത സെക്ഷനിലായിട്ട് പോകാനാണ്. നല്ല തിരക്കാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ നിന്ന് കേബിൾ കാർ കയറി അടുത്തൊരു സെക്ഷനിലോട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു സെക്ഷൻ ഒന്ന് കയറി അടുത്ത സെക്ഷനിലോട്ട് പല പല സെക്ഷനിലാണ് ഈ ഒരു സീരീസ് ഇരിക്കുന്നത്. ലൂണാർ കാസില്, പിന്നെ അങ്ങനെയുള്ള ഫ്രഞ്ച് വില്ലേജ്, അതൊക്കെ വേറൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മളിനി അവിടേക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ. ലെറ്റ്സ് ഗോ. സോ അടുത്ത സെറ്റ് കേബിൾ കാറിൽ നമ്മളിതാ കയറിയിട്ടുണ്ട്. അത് പോകുന്ന ലൂണാർ കാസിലേക്കാണ്. ഇതിന്റെ മാപ്പ് വലിയ മാപ്പാണ്. സ്പീഡല്ലേ the big one is all like that. You have to, we are not allowed to go this side. Within the castle. Oh, rather the gun. This island was built by the French. No. Not original. Review by. ഇതാണ് നമ്മളൊരു ലൂണാർ കാസിലിന്റെ സെക്ഷൻ എന്നാൽ കാണാൻ പറ്റുന്നത്. ഒരു ഫ്രഞ്ച് കൊളോസിയം അങ്ങനത്തെ ഒരു ആർക്കിടെക്ചറും അങ്ങനത്തെ കുറെ സ്കൾപ്ചേഴ്സ് ഒക്കെയാണ് ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ഓരോ സെക്ഷനിലും ഓരോരോ രീതിയിലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത സെക്ഷൻ പോയി കാണാം. ഇതൊക്കെ എന്ത് രസമാന്ന് നോക്കിയാൽ. അപ്പൊ നമ്മള് അടുത്ത പോകുന്നൊരു കാസിലാണ്. ഫ്രണ്ടിൽ കാണുന്ന ഒരു കാസിലുണ്ടോ? ഇത് രസം നോക്കി കാണാൻ. ഭയങ്കര രസമുള്ള ഒരു കാസിലാണ്. ഇതൊക്കെ ബിൽഡ് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഈ ഒരു ടൂറിസത്തിന് വേണ്ടിയിട്ട്. ഇത് രസമായിട്ട് അത് ബിൽഡ് ചെയ്യുന്നത് നോക്കി. ഓക്കെ, ഇത് വലിയ കാസിലാണ് നോക്ക്. നമ്മളിപ്പോ അതിനകത്തോട്ടാ പോകുന്നത്. എക്സ്ക്യൂസ് മീ, വി ക്യാൻ എൻ്റർ ദ കാസിൽ ഓർ നോട്ട്? We can go inside. ഓ Lunar castle. Yes. ഒറ്റ രസം നോക്കിയ കാസിൽ കാണാൻ. അമ്മേ, ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ട പോലെ ഒരു കാസിൽ, ഹാരി പോട്ടറിന്റെ ഒക്കെ സിനിമ കണ്ട പോലെ അല്ലേ? അടിപൊളി. ഇതൊക്കെ ഒരു ഫ്രഞ്ച് സ്റ്റൈലാണ്. നമുക്ക് ഗ്ലാസ് വെച്ചുള്ള വലിയ കൂടാരവും ഈ ഒരു സ്കൾപ്ചേഴ്സും ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫ്രഞ്ച് കാസിൽ പോയി കാണാം. We are going to watch French castle. Lunar castle എന്നാണ് എന്നെ പറയുന്നത്. ലുവാ ഡേ മേത്രങ്. ഫുൾ ഇതിനകത്ത് മാർബിൾ ആട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മളിത് ആ കാസിലോട്ട് പോകുന്ന വഴിയാണ്. ഈ ഒരു വഴിയൊക്കെ കണ്ടപ്പോൾ പണ്ടത്തെ ഇംഗ്ലീഷ് സിനിമകളിലും അല്ലെങ്കിൽ ഹാരി പോട്ടർ അങ്ങനത്തെ സിനിമയൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ഫീലാണ് കേട്ടോ. അങ്ങനത്തെ ഒരു വഴിയും ആ ഒരു കാസിൽ പണിതേക്കുന്ന നടുക്കൊരു ക്ലോക്കും ഗോപുരവും എനിക്ക് ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഭയങ്കര രസമായിട്ടാട്ടോ അവർ ഇതൊക്കെ ബിൽഡ് ചെയ്തേക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് നമ്മളെ ലണ്ടനിലൊക്കെ ഉള്ള പോലത്തെ ഒരു ഗ്ലാസ് കൂടാരം അതിനകത്തൂടെയാണ് വന്നത്. ഒരു മിനിറ്റ്, ഇതാണ് ആ ഒരു കാസിൽ. ഇത് രസമാണ് കാസിൽ ബിൽഡ് ചെയ്തേക്കുന്നത്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മൾ ആ കാസിലിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഗെയിം ആക്ടിവിറ്റി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ മേടിക്കാം. പിന്നെ ഇതാ ഇവിടെയൊക്കെ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് ഗെയിം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ആർക്കിടെക്ചറൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഇൻസൈഡ് കയറുമ്പോൾ. പിന്നെ സോവനിയേഴ്സ് മേടിക്കാനുള്ള കടയുണ്ട്. പിന്നെ കുട്ടി കുട്ടി ഗെയിംസ് നമ്മൾ ലുലുവിലൊക്കെ കാണുമ്പോഴത്തെ മറ്റേ ബോളൊക്കെ പിക്ക് ചെയ്യുന്ന ഗെയിംസ്, അങ്ങനത്തെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉള്ളൊരു സംഭവമാണ്. നമ്മൾ അകത്ത് കയറുമ്പോൾ തന്നെ ഇത് നോക്കിയ മൂൺ കിങ്ഡം. ഇതാണ് മൂൺ കിങ്ഡം. നോക്ക്, മൂൺ കിങ്ഡം നമ്മുടെ ലൂണാർ കാസിലിനകത്തുള്ളതാണ് കേട്ടോ ഈ മൂൺ കിങ്ഡം. ആ ഒരു ആർക്കിടെക്ചറൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ പുറത്തൊക്കെ കാണുന്ന ആ ഒരു അതേ ടൈപ്പിൽ തന്നെയാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. നോക്കി. അപ്പൊ അടുത്ത് നമ്മൾ പോകുന്നത് റാപ്പ് മാറ്റ് ബേ ഫ്ലൈ ഐസ് തിയേറ്റർ ആണ് പറയുന്നത്. അതൊക്കെ എന്താണല്ലോ ഇവിടെ ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഫിലിം. ഓക്കെ, ഇവിടെ എന്തോ റാപ്പ് മാറ്റ് ബേബി ഒരു തിയേറ്റർ ആണ്. വേണമെങ്കിൽ പോയി കാണാം. കുട്ടികളെ അവിടെ കയറ്റില്ല, കാര്യം കുട്ടികളുടെ അളവ് സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളൊരു തിയേറ്ററിലോട്ട് പോവാണ് കേട്ടോ. എന്തോ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞൊരു തിയേറ്റർ. ആ തിയേറ്ററിനകത്ത് എന്തൊരു ഷോ കാണാൻ പോവാണ്. പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാം. 6 മിനിറ്റിനകത്ത് അടുത്ത ഷോ ആണ്. 6 മിനിറ്റ്. അപ്പോൾ ആ ഒരു ഷോ കാണാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ഷോ കാണാനായിട്ട് നിൽക്കുകയാണ്. എന്തൊരു തിയേറ്ററിൽ ഒരു 3D ഷോ കൊണ്ടാണ്. 7 മിനിറ്റാണുള്ളൊരു ഷോ. ഷോയ്ക്ക് തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു ടൈമറുണ്ട്. ആ ടൈമർ നോക്കി നമുക്ക് ഇവിടെ അറിയാൻ പറ്റും എത്ര സമയത്ത് തീരുന്നു. 2 തിയേറ്ററിലായിട്ടാണ്. ഇവിടെ ഉണ്ട്, തൊട്ട് ഓപ്പോസിറ്റും ഉണ്ട്.
ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു റൈഡ് പോലെ സ്ഥലത്തിൽ കൊണ്ടുപോകും കേട്ടോ. അതിനകത്ത് എനിക്കൊരു റൈഡ് കുലുങ്ങുകയൊക്കെ ചെയ്യും. അതുകൊണ്ടായിരിക്കും കുട്ടികളെ കയറ്റാത്ത. കുട്ടികളെ കേട്ടില്ല, വലിയ ആൾക്കാരെ മാത്രമേ കയറ്റുന്നുള്ളൂ. എന്തായാലും 5.5 മിനിറ്റ് ഇനിയുണ്ട്. 5 മിനിറ്റ് 26 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ഒരു റൈഡ് പോലെ ഉണ്ട്. ആ റൈഡിനകത്ത് കയറ്റി അവർ ലോക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നൊരു 4D എഫക്റ്റ് ഒക്കെ ആയിരിക്കും, ഇങ്ങനെ കുലുങ്ങുകയൊക്കെ ചെയ്യുമായിരിക്കാം. എന്തായാലും ഞാൻ പോയി വന്നിട്ട് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആ ഒരു ഷോ കൊണ്ട് പുറത്ത് കിടിലൻ ഷോ ആണ്. ഒരു 5D ഷോ ആണ്. വെള്ളം വീഴും, കാറ്റടിക്കും. നമ്മളൊരു ഹോട്ട് എയർ ബലൂണിൽ പോകുന്ന പോലെ ഇത് പോയിട്ട് ഇത് നേരെ പല 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 രാജ്യങ്ങളിലൂടെ, ദുബായ്, ഈജിപ്റ്റ് പോകുമ്പോൾ ചൂടടിക്കും. ദുബായ്, ഈജിപ്റ്റ്, ഓസ്ട്രേലിയ, UK വഴിയൊക്കെ ഇങ്ങനെ പോകുന്നൊരു യാത്രയാണ് കേട്ടോ. നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാണ ഹിൽസിൽ വരികയാണെങ്കിൽ ഈ ഒരു തിയേറ്ററിൽ കയറണം, മിസ് ചെയ്യരുത്. ലൂണാർ കാസിലിനകത്തുള്ളൊരു തിയേറ്ററാണ്. അടിപൊളി സംഭവമാണ്. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ അവരെ ഗൈഡോ അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കോളും. സൂപ്പർ എക്സ്പീരിയൻസ് കേട്ടോ. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാനായിട്ട് വന്നതാണ്. ഈ ഒരു ഫുഡ് കോർട്ട് ഏരിയ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഭാരത വിയറ്റ്നാം ഇന്ത്യൻ കുസീൻ ഒരു റെസ്റ്റോറൻ്റ് ആണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇതൊരു ഫുഡ് കോർട്ട് ഏരിയ ആണ്. ഞാൻ പുറത്തു പോയിട്ട് കാണിച്ചു തരാം. അവിടെ ഒരുപാട് ഫുഡ് കോർട്ട്സ്, ഫുഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തൊരു ആൽപൈൻ കോസ്റ്റ് ഉണ്ട്. ഇതൊരു മെയിൻ റൈഡാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ആൽപൈൻ കോസ്റ്റ് പറ്റുവാണെങ്കിൽ നമുക്ക് കയറാം. എന്തായാലും പോയി കഴിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയയിലാണ് വന്നത്. പുറത്ത് ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് കിഡ്സ് പ്ലേ ഏരിയ ഇൻഡോർ ആണ്. അപ്പോൾ നമ്മുടെ ടിക്കറ്റിൽ കിഡ്സിൻ്റെ കുറച്ച് ഗെയിംസ് ഇൻക്ലൂഡ് ആയതുകൊണ്ട്, അതുമാത്രമല്ല ഇൻഡോറും കൂടെ ആയതുകൊണ്ട് നമ്മൾ മഴ നനയാതെ ഇൻഡോർ ഏരിയയിൽ വന്നു. ഇവിടെ കിഡ്സ് ഗെയിം ഏരിയ ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബാണ ഹിൽസിലെ മെയിൻ ഐറ്റമായ ഒരു ആൽപൈൻ കോസ്റ്റർ ട്രൈ ചെയ്യാനായിട്ട് പോകണം. ഒരാൾക്ക് 100 BND ആണ്. ഞാനും എൻ്റെ ഫ്രണ്ട് കിച്ചും കൂടെ പോകാമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അനുവിനെ വിടാം. അതുകൊണ്ട് വിടത്തില്ല, കാര്യം 110 സെൻറ്റിമീറ്റർ വേണം കേട്ടോ. അതുകൊണ്ട് 110 സെൻറ്റിമീറ്റർ ആണ്. എത്ര? 110 സെൻറ്റിമീറ്റർ എന്താ വേണം. അതുകൊണ്ട് വിട്ടില്ല. സോ നമ്മൾ പോകാമെന്ന് വിചാരിച്ചാൽ ടിക്കറ്റ് എടുത്ത് വന്നു കേട്ടോ. അപ്പോൾ നേരെ ആൽപൈൻ കോസ്റ്റർ ട്രൈ ചെയ്യാം. വെള്ളം അടിക്കൊണ്ടൊന്നും ഇതിൽ കയറില്ലാന്ന് പറയുന്നത്. ബ്ലഡ് പ്രഷറും ഹെയർ ട്രബിൾ ഉണ്ടെങ്കിൽ നല്ല പ്രഗ്നൻസി കയറാൻ പറ്റില്ല. ചിൽഡ്രൻ അണ്ടർ 110 സെൻറ്റിമീറ്റർ. ഇവിടെ ഒരു അളവ് പോലും ഉണ്ട്. അവർ കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി നോക്കും. അളവല്ലെങ്കിൽ അപ്പോഴേ അവർ പറഞ്ഞു വിടും കേട്ടോ. ഇതെല്ലാം സേഫ്റ്റി പ്രിക്കോഷൻ ആണ്. അപ്പോൾ അത് ആൽപൈൻ കോസ്റ്റർ കയറാനായിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. ടിക്കറ്റ് ഇവിടെ സ്കാൻ ചെയ്താണ് കേട്ടോ അവർ കയറ്റുന്നത്. ഇതാണ് ആൽപൈൻ കോസ്റ്റർ എന്ന്. നമുക്ക് തന്നെ ഗിയറൊക്കെ കൺട്രോൾ ചെയ്ത് പോവാം. അങ്ങനെ ഞങ്ങളിതാ, അപ്പോൾ അങ്ങനെ ഞാനും ഇതാ നമ്മുടെ ഫ്രണ്ട് കിച്ചും കൂടെ ആൽപൈൻ കോസ്റ്റർ കയറാൻ പോവാണ്. ചെറിയൊരു മഴയുണ്ട്, ചാറ്റൽ മഴ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മഴയും കോടയും എല്ലാം ഉണ്ട്. ഇവിടെ നല്ല മഴയുണ്ടോ. കുട എടുക്കായിരുന്നല്ലേ, നല്ല മഴയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മഴയുണ്ട്. കുട എടുത്തിട്ട് വരായിരുന്നല്ലേ. കുട എടുക്കാൻ പറ്റത്തില്ല. കുട എടുത്ത ഇതിന്റെ അടുത്ത് കിട്ടത്തില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വെളിയിൽ നല്ല മഴയാണ്. നനഞ്ഞു ആരും വിചാരിച്ചു. പക്ഷെ ഇവിടുന്ന് തന്നെ അവർ കുറച്ച് റെയിൻകോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കളയണ്ടാകുമ്പോൾ കൊണ്ടുപോകും. ഈ റെയിൻകോട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മുടെ തനതായ മലയാളി സ്വാങ് അടിച്ചോട്ട് പോയാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ 49 രൂപ കിട്ടുന്ന അങ്ങനത്തെ റെയിൻകോട്ടാണ്. നനയാതെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ആ സാധനം ഇവിടെ നിന്ന് ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. നനയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് ആൽപൈൻ കോസ്റ്റർ. എല്ലാവരും റെയിൻകോട്ടൊക്കെ റെഡി ആവുന്നതാണ്. ഓക്കെ, ബ്രേക്ക് ആയിപ്പോയി. 10 വെച്ചോ. കാണില്ല. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ബാണ ഹൈറ്റ്സിലെ ഫ്രഞ്ച് വില്ലേജ്. ഒരു ഫ്രഞ്ച് ടൈപ്പ് ആർക്കിടെക്ചറും ബിൽഡിങ്സും ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇതൊരു ചേർച്ചാണ്. ചേർച്ച് ഉണ്ട്, കോഫി ഷോപ്സ് ഉണ്ട്, സോവനിയേഴ്സ് കിട്ടുന്ന കടയുണ്ട്, ഒരുപാട് കഫേസ് ഉണ്ട്. അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ബാണ ഹിൽസിലുള്ള ഫ്രഞ്ച് വില്ലേജ് എന്നാണ് ഈ ഒരു സ്ഥലത്തിനെ പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറിയപ്പോൾ തന്നെ നമുക്കൊരു കൂപ്പൺ ഉണ്ടായിരുന്നു, ഫ്രീ ബിയർ കൂപ്പൺ കേട്ടോ.
അപ്പോൾ നമ്മുടെ ഗൈഡ് അത് മേടിക്കാനായിട്ട് പോലെ ഫ്രഞ്ച് വില്ലേജിനകത്ത് എവിടെയാണ് കേട്ടോ. ഫ്രഞ്ച് വില്ലേജിനകത്തൊരു ബിയർ പ്ലാസ ഉണ്ട്, അവിടെയാണ് ഫ്രീ ബിയർ ഉള്ളത് കേട്ടോ. അപ്പം നമ്മൾ അവിടേക്കാണ് പോകുന്നത്. ഇതെല്ലാം കാണുന്ന ഫ്രഞ്ച് വില്ലേജ് ആണ്, ബാണ ഹിൽസിനകത്തുള്ള. ഭയങ്കര രസമാണ് കേട്ടോ, ഒരുപാട് നടന്ന് കാണാനായിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്നത് ബിയർ പ്ലാസയിൽ പോയി കൂപ്പൺ കാണിച്ചാൽ ഫ്രീ ബിയർ കിട്ടും. ചില ചെറിയ ഗ്ലാസ്സിലായിരിക്കും കേട്ടോ, അത് ഇവിടെ തന്നെ ബ്രൂവറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അവർക്കൊരു പ്രൊമോഷന് വേണ്ടിയിട്ടും അത്രയും ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതാണ് ബിയർ പ്ലാസ. കണ്ടോ, ഈ ബിയർ പ്ലാസയിൽ നിന്നാണ് നമുക്ക് ഫ്രീ ബിയർ കിട്ടുന്നത്. അപ്പുറത്തെ ബ്രൂവറിയൊക്കെ അതുകൊണ്ട് ബ്രൂ ഹൗസ് എന്ന് പറയുന്ന ബ്രൂവറി, അതിനകത്ത് റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത്. ഇതാണ് ബിയർ പ്ലാസ, ഇവിടെയാണ് നമ്മുടെ ഫ്രീ ബിയർ കിട്ടുന്നത്. നമ്മുടെ ഗൈഡ് ഇങ്ങോട്ടാണ് കൊണ്ടുവന്നത്. നമുക്കൊന്ന് പോയി നോക്കിയാലോ. അപ്പം നമ്മുടെ ബിയർ കൂപ്പൺ ഇതാണ്. ഈ ബിയർ കൂപ്പൺ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ബിയർ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഫ്രഞ്ച് ഫ്രൈസ് മേടിക്കാം. നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞതാണ് കേട്ടോ. ബിയർ എൻജോയ് ബിയർ. സോ ബിയർ സ്റ്റേഷനിൽ പോയി ബിയർ മേടിക്കും. ജയ് ഹിന്ദ്. നമ്മളിപ്പോൾ കുടിച്ചതിന്റെ ബ്രൂവർ ഇവിടെയാന്ന് തോന്നുന്നു. ആ ടാങ്ക് നോക്കിയ ബിയറിന്റെ ടാങ്കുകൾ താഴെ മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി. ഇവിടുന്ന് എല്ലാവരും ആ കൂപ്പൺ വെച്ച് ഫ്രീ ബിയർ മേടിക്കുന്നുണ്ട്. ഫ്രീ ബിയറോ അല്ലെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസോ മേടിക്കാം. അപ്പോൾ ഒരു അടിപൊളി ബാണ ഹിൽ ടൂർ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് നമ്മുടെ കേബിൾ കാറിൽ കയറി താഴെ ബേസ് സ്റ്റേഷനിൽ പോകാൻ പോണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ കയറി താഴെ പോയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേബിൾ കാർ ഇറങ്ങി താഴത്തെ സ്റ്റേഷനിൽ തിരിച്ചെത്തി. അപ്പോൾ നമ്മൾ ദനാങ്ങിൽ വന്നാൽ കാണേണ്ട ഒരു അടിപൊളി സ്ഥലമാണ് ഈ ബാണ ഹിൽസ്. അത്രയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അല്ലേ, കുട്ടികൾക്കായാലും വലിയവർക്കായാലും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള അടിപൊളി ഒരു സ്ഥലമാണ് ബാണ ഹിൽസ്. അപ്പോൾ ഈ ഒരു ബാണ ഹിൽസിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഫ് യു ആർ നോട്ട് സബ്സ്ക്രൈബ് ചാനൽ, please do subscribe and hit the bell icon to get notification for our next video. This is Travcup. Bye.